Welcome to RK's Stories. താളം ഭാഗം 75. കൂടി നിന്നിരുന്ന ആളുകളെ വകഞ്ഞു മാറ്റി അടുത്തെത്തിയ വൃശ്ചിക റോസ എന്ന് വിളിച്ചപ്പോഴാണ് അവൾ സേതുവിന്റെ നെഞ്ചിൽ നിന്നും അകന്നു മാറിയത്. അവളെ കണ്ടതിന്റെ സന്തോഷത്തോടെ റോസ് അവളെയും കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും രഘുവും ശിവനും കൂടി അങ്ങോട്ടേക്ക് എത്തി. മുകളിൽ നിന്ന് നിങ്ങളെ കണ്ടപ്പോ താഴേക്ക് ഇറങ്ങിയതാന്നേ ഞങ്ങള്, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? രഘുവിന്റെ ചോദ്യത്തിന് ഇല്ലെന്ന് റോസ് തലയാട്ടി. എന്നാലും ആ ജീപ്പ് അങ്ങോട്ട് നിർത്താതെ പൊയ്ക്കളഞ്ഞല്ലോ എന്നാ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ആരോ പറയുന്നത് കേട്ടു. മുമ്പൊരിക്കൽ ഇവിടെ വെച്ച് അപ്പച്ചിക്കുണ്ടായ ആക്സിഡന്റ് പോലെ തന്നെ ഒരു സംഭവം, അതാ എനിക്കെത്ര സംശയം. ശിവന്റെ വാക്കുകൾ ഉയർത്തിയ വേവലാതി എല്ലാ മുഖങ്ങളിലും പ്രതിഫലിച്ചു. ടെക്സ്റ്റൈൽസിനകത്ത് അവന്റെ മുറിക്കകത്ത് ഇരിക്കുകയായിരുന്നു അവരെല്ലാം. കൈക്കുള്ളിലിരുന്ന റോസിന്റെ വിരലുകളിൽ സേതുവിന്റെ പിടി ഒന്നുകൂടി മുറുകി. തന്നോട് അവനുള്ള വികാരം എന്തെന്ന് തിരിച്ചറിയാനുള്ള അടുപ്പമായിട്ടില്ലെങ്കിലും ആ കരുതലിൽ മനം നിറഞ്ഞ് അവൾ അവനെ നോക്കി ചിരിച്ചു. റോഡിലേക്ക് ഞാൻ കാൽ വെച്ചേനെ, പക്ഷെ ആ സമയത്ത് അമ്മച്ചിയുടെ റോസ എന്നുള്ള വിളി ഞാൻ വ്യക്തമായി കേട്ടെന്നേ. സേതുവിന്റെ മുഖത്തു നിന്നും കണ്ണുകൾ എടുക്കാതെ അവൾ പറഞ്ഞു. ഇല്ലായിരുന്നേ. അവൾ പറയാതെ ബാക്കി വെച്ച ആ വാക്കുകളുടെ കാഠിന്യം തന്നെ തകർക്കുവാൻ പോകുന്നതാണെന്ന് സേതുവും തിരിച്ചറിയുകയായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട അവൻ ആ തോളിൽ പിടിച്ച് അവളെ തന്നിലേക്ക് ചേർത്തു. ആ കാഴ്ച ഉള്ളിൽ നിറച്ച ആഹ്ലാദത്തോടെ വൃശ്ചിക രഘുവിനെ നോക്കി. അവൻ അവളെ കണ്ണുകൾ ചിമ്മിക്കാട്ടി. പുറത്തു വെച്ച് ആരോ പറഞ്ഞതുപോലെ ആ ജീപ്പ് നിർത്താതെ പോയതിൽ എനിക്ക് സംശയമുണ്ട് സേതുണ്ണ. രഘുവിന്റെ അഭിപ്രായത്തോട് യോജിക്കും പോലെ സേതു തലയിളക്കി. ആ സംശയം തീർക്കാൻ നിങ്ങൾ വേറെ അന്വേഷിച്ചു പോകണ്ട, പ്രജിത്തിനെ പിടിച്ചാൽ മതിയാകും. ശിവന്റെ വാക്കുകൾ വൃശ്ചികയിലും റോസിലും ഒരേ സമയം ഞെട്ടലുണ്ടാക്കി. സേതു ആകട്ടെ ആ ഒരു സംശയം ഉള്ളിലുള്ളതുപോലെ മിണ്ടാതിരുന്നതേ ഉള്ളൂ. അവൻ ആ സേവിച്ചന്റെ കൂടെയാണ് ഇപ്പോൾ എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ശിവൻ ബാക്കി കൂടി കൂട്ടിച്ചേർത്തു. അവനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ആരോടൊന്നില്ലാതെ സേതു പിറുപിറുത്തപ്പോ അവനോട് ചേർന്നിരുന്ന റോസ് അത് കേട്ടു. അവൾ അവനെ നോക്കി അരുതെന്ന് തലയാട്ടി. വേണ്ട സേതുവേട്ടാ, അയാൾ അയാളുടെ പാട്ടിനെ വിട്ടേക്കുന്നേ. അങ്ങനെ വിടാൻ പറ്റില്ല റോസേ. അവനാണ് ഇതിന് പിന്നില്ലെങ്കിലേ അവനോട് ചോദിച്ചിട്ടേ ഉള്ളൂ. കളിച്ച് കളിച്ച് അവൻ എന്റെ ജീവിതത്തിലാണ് കയറി കളിക്കുന്നത്. കെട്ടുപോയിരുന്ന കുസൃതി നിമിഷ നേരം കൊണ്ടാണ് റോസിന്റെ കണ്ണുകളിൽ തിരികെ എത്തിയത്. ജീവിതത്തിലോ? അങ്ങനെയൊക്കെ ആയോ? അവളുടെ ചോദ്യം കേട്ട് സേതു കണ്ണുരുട്ടി. വൃശ്ചിക ചിരി പൊട്ടിയത് കടിച്ചമർത്തി. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? എനിക്ക് ഹോസ്പിറ്റലിൽ പോയി കൊച്ചിനൊന്ന് കാണണം. ഇനിയും ഇരുന്നാൽ തന്റെ മുന്നിലിട്ട് റോസ് സേതുവെട്ടിനെ വട്ടം കറക്കുമെന്ന് അറിയാമായിരുന്ന വൃശ്ചിക പോകാനായി എഴുന്നേറ്റു. അതോടെ ബാക്കിയുള്ളവരും എഴുന്നേറ്റപ്പോ ആ സംസാരം അവിടെ വെച്ച് മുറിഞ്ഞു. അവർ ചെല്ലുമ്പോ ഹോസ്പിറ്റലിൽ ദേവിയോടൊപ്പം രമേശനും കൗമുദി വല്യമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവൾ ഏത് സമയത്ത് ഉറക്കം തന്നെയാന്നോ? കുഞ്ഞിനെ ഇരു കൈകൾ കൊണ്ടും എടുത്തുകൊണ്ടാണ് റോസ് അത് ചോദിച്ചത്. 2 ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ കുഞ്ഞിനെ എടുക്കുന്നതിൽ അവൾ എക്സ്പെർട്ടായിരുന്നു. രഘു കൊണ്ടുവന്ന പൊതി രമേശനെ ഏൽപ്പിച്ചു. ഉറക്കത്തിന് തടസ്സം നേരിട്ടതിന്റെ ഈർഷയോടെ ഒന്ന് ചിണുങ്ങിയിട്ട് കുഞ്ഞു വീണ്ടും ഉറക്കത്തിലായി. നേരം വെളുത്താൽ ഇവൾ ഏത് സമയത്ത് ഉറക്കം തന്നെയാവോളെ. രാത്രി ആരെയും ഉറക്കത്തുമില്ല. വല്യമ്മ പറഞ്ഞതിന്റെ അടയാളം വല്യമ്മയുടെയും രമേശേട്ടന്റെയും കണ്ണുകളിൽ കാണാമായിരുന്നു. കുഞ്ഞിന്റെ കവിളിലും കൈവിരലുകളിലും തലോടിക്കൊണ്ട് വൃശ്ചിക അവളുടെ അടുത്ത് തന്നെ നിന്നു. ഇവൾക്ക് എന്ത് പേരാ രമേശേട്ട ഇടാൻ ഉദ്ദേശിക്കുന്നേ? വൃശ്ചിക ചോദിച്ചത് കേട്ട് രമേശൻ ദേവിയെ നോക്കി. രമിക രമേശ്. അമ്പോ, അടിപൊളി പേരാണല്ലോ പെണ്ണെ നിനക്ക്. റോസ് അത് പറയുമ്പോ ദേവി പറഞ്ഞ പേര് ഇഷ്ടപ്പെട്ടതിന്റെ സന്തോഷം എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്നു. വീട്ടിൽ ഇവളെ നമുക്ക് രച്ചി എന്ന് വിളിക്കാം, വൃശ്ചിക പറഞ്ഞു. ഈ എന്റെ പേരിനോട് സാദൃശ്യമുള്ള ഒരുത്തി കൂടി ഇരിക്കട്ടെ വീട്ടില്. പേരൊക്കെ കുഴപ്പമില്ല, പക്ഷെ നിന്റെ മോരാജ് സ്വഭാവം ഇല്ലാതിരുന്നാ മതിയായിരുന്നു. റോസ് കളിയാക്കിയപ്പോ വൃശ്ചിക മുഖം വീർപ്പിച്ചു. ഒന്ന് പോയേടിയേട്ടത്തി, എന്റേതേ എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവം അറിയണേ എന്റെ കെട്ടിയോളൊന്ന് ചോദിച്ചു നോക്ക്. ആണോ രഘുവേട്ടാ? ഇവളുടെ ആ കൂതറ സ്വഭാവമൊക്കെ മാറിയായിരുന്നോ? റോസിന്റെ ചോദ്യം കേട്ട് വൃശ്ചിക അവളെ നുള്ളിയപ്പോ രഘു ചിരിച്ചതേ ഉള്ളൂ. എടി, നീ അവളെന്റെ കയ്യിലേക്കൊന്ന് വെച്ചെന്ന് ഞാൻ എടുത്തു നോക്കട്ടെ. വൃശ്ചിക കൈ നീട്ടിയപ്പോ റോസ് കുഞ്ഞിനെ അവളുടെ കൈകളിലേക്ക് ശ്രദ്ധയോടെ വെച്ചു കൊടുത്തു. ഇന്ന എടുത്ത വടിക്ക് ആവശ്യം വരും. അവൾ അത് ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ ഉമ്മ വെക്കുന്ന തിരക്കിലായിരുന്നു. എടി, നീ ആ കൊച്ചിനെ ഇനി എഴുന്നേൽപ്പിക്കല്ലേ. കൗമുദി അവളെ വഴക്ക് പറഞ്ഞു.
എഴുന്നേൽക്കുന്നേ, അങ്ങ് എഴുന്നേൽക്കട്ടെ അമ്മേ, എങ്കിൽ രാത്രി ഉറങ്ങിക്കോളുമല്ലോ. ദേവി അമ്മയെ സമാധാനിപ്പിച്ചു. ഞങ്ങളെ മുകളിൽ പോയിട്ട് ആ ബിജുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. റോസും സേതുവും പുറത്തേക്ക് ഇറങ്ങിയപ്പോ രമേശൻ ശിവനോടും രഘുവിനോടും സംസാരിക്കാനായി തിരിഞ്ഞു. ബിജുവിന്റെ മുറിയിൽ അവനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. മയക്കത്തിലായിരുന്ന ബിജു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് കണ്ണുകൾ തുറന്നത്. അകത്തേക്ക് കയറി വരുന്ന സേതുവിനെയും റോസിനെയും കണ്ടതോടെ അവൻ വയറിൽ കൈ താങ്ങി കട്ടിലേക്ക് ചാരിയിരുന്നു. എന്താ എടാ ചെക്ക, മുറിവൊക്കെ ഉണങ്ങി തുടങ്ങിയില്ലേ? ചെന്ന പാടെ കട്ടിലേക്ക് ഇരുന്നിട്ട് റോസ് ചോദിച്ചു. ഓ, 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് എഴുതാന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കടയിലേക്ക് വരാൻ പറ്റും. ഏയ്, അതൊന്നും വേണ്ട, നല്ലപോലെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നു തുടങ്ങിയാൽ മതി. സേതു അഭിപ്രായപ്പെട്ടപ്പോ ഒന്നും പറയാനില്ലാത്തതുപോലെ ബിജു ചിരിച്ചു. നീ പേടിക്കണ്ടടാ, അവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട്. റോസ് പറഞ്ഞു. അതാര്? അവൻ ആകാംക്ഷയോടെ റോസിനെ നോക്കി. പ്രജിത്ത് വിവാഹം കഴിക്കാനിരുന്ന ആ പെൺകുട്ടി ഇല്ലേ ശ്രുതി, അവളിപ്പോ നമ്മുടെ കടയിലാ. അക്കൗണ്ട് സെക്ഷനിലേക്കാ എടുത്തിരിക്കുന്നെങ്കിലും തൽക്കാലം നീ നോക്കിയിരുന്ന കാര്യങ്ങളാ അവളിപ്പോ നോക്കുന്നേ. ആള് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ച് ചെയ്യുന്നുണ്ട്. അത് ശരി, അപ്പൊ ഞാൻ വരുമ്പോ എന്റെ ജോലി പോയെന്ന് പറയൂ? ഓടാ ചെക്ക. റോസ് അവനെ കളിയായി തല്ലിയിട്ട് ചോദിച്ചു. ഹരിഹരൻ ചേട്ടൻ എവിടെ പോയി? ചേട്ടൻ താഴെ ഫാർമസി പോയേക്കുവാ മോളെ. റോസ് സേതുവിനെ നോക്കി. അവൾ ഉദ്ദേശിച്ചത് മനസ്സിലായ സേതു പോക്കറ്റിൽ നിന്നും കുറച്ച് കാശെടുത്ത് കാർത്തിയായനെ ഏൽപ്പിച്ചു. ഇതിരിക്കട്ടെ ചേച്ചി, ഹരിഹരൻ ചേട്ടൻ ഏൽപ്പിച്ചാ മതി. അയ്യോ മോനെ, ഇപ്പൊ ആവശ്യമൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ച തന്നതിന്റെ ബാക്കി ഇരിപ്പുണ്ടെന്നേ. അവരത് നിരസിക്കാൻ ശ്രമിച്ചു. സാരയില്ല ചേച്ചി, വെച്ചോളൂന്നേ, ഹോസ്പിറ്റലല്ലേ. റോസ് നിർബന്ധിച്ചപ്പോ കാർത്തിയായന് കൈ നീട്ടി ആ കാശ് വാങ്ങി. അവർ മുഖം തിരിച്ച് സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ ഒപ്പുന്നത് കണ്ട് ബിജുവിന്റെ മുഖം വിവർണമായി. അത് ശ്രദ്ധിച്ച റോസ് കാർത്തിയായനി ചേച്ചിയെ ചേർത്ത് പിടിച്ചു. എന്തിനാ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നേ? അവൻ എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയല്ലേ, അതല്ലേ അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നേ. മൂക്ക് വലിച്ചുകൊണ്ട് കാർത്തിയായനി ചേച്ചി ചിരിച്ചു. നീ എന്ത് പണിയാടാ പ്രജിത്തെ ആ കാണിച്ചേ? മുന്നിലിരുന്ന പ്രജിത്തിനെ നോക്കി ദേഷ്യം സഹിക്കാനാവാതെ സേവിച്ചൻ മേശയിൽ ആഞ്ഞടിച്ചു. കുറ്റം ചെയ്തതുപോലെ പ്രജിത്ത് തലയും താഴ്ത്തി ഇരിപ്പായിരുന്നു. നിന്റെ തലകത്ത് നട ഓളാണോ? അവളുടെ അമ്മയെ ഞങ്ങൾ ഇല്ലാതാക്കി അതേ സ്ഥലത്ത് വെച്ച് അവളെയും ഇല്ലാതാക്കാൻ നീ ശ്രമിച്ചാലേ ആൾക്കാർക്ക് സംശയിക്കാൻ വേറെ വല്ലതും വേണോ? അത് പിന്നെ കുറച്ച് ദിവസങ്ങളായി സേവിച്ച അവളുടെ പിന്നാലെ നടക്കുന്നു. ഇന്നാ അവസരം ഒത്തു കിട്ടിയത്. എന്നിട്ട് എന്തായി? പട്ടി ചന്തക്ക് പോയതുപോലെ പോന്ന്. അവൾ ഒറ്റക്കല്ല, അവളുടെ കൂടെ ആ സേതു ഉണ്ട്. നീ ഏൽപ്പിച്ചവൻ ആ ജീപ്പ് നിർത്താതെ പോന്നപ്പോ തന്നെ അവർക്ക് സംശയം തോന്നിക്കാണും. നിന്റെ ഒരു ഗുണവധികാരം വെച്ച് അതിന് പിന്നിൽ നീ തന്നെ ആയിരിക്കും എന്ന് അവർ ചിന്തിക്കാനും സാധ്യതയുണ്ട്. എന്റെ പൊന്നു പ്രജിത്തെ. സംസാരത്തിനിടയിൽ സേവിച്ചൻ പ്രജിത്തിനെ നോക്കി തൊഴുതു. കർത്താവിനെ ഓർത്ത് നീ വല്ലയിടത്തേക്കും കുറച്ചു ദിവസത്തേക്കും ഒളിവിപ്പോ. ആ സേതു നിന്നെ അന്വേഷിച്ചു വരാൻ എല്ലാ സാധ്യതയുണ്ട്. അവന്റെ കയ്യിലെങ്ങാനും പെട്ടാൽ നീ മാത്രമല്ല ഞങ്ങളും കുടുങ്ങും. പ്രജിത്തെ. അത്രയും നേരം നിശബ്ദനായിരുന്ന വിൽസൺ വിളിച്ചത് കേട്ട് പ്രജിത്ത് അങ്ങോട്ടേക്ക് മുഖം തിരിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ, പകരം വീട്ടാനുള്ള അവസരങ്ങൾ വരും, അതുവരെ കാത്തിരിക്കേ. അറിഞ്ഞിടത്തോളം നമ്മൾ പിന്നിൽ നിന്ന് കളിച്ചാൽ മാത്രം മതിയാകും. അങ്ങനെയാ കാര്യങ്ങളുടെയൊക്കെ പോക്ക്. അതിനിടയ്ക്ക് നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ വെറുതെ വഷളാക്കരുത്. ഇല്ല, ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല. ആ നല്ലത്. പ്രജിത്തിനോട് അത് പറഞ്ഞിട്ട് സേവിച്ചൻ വിൽസനെ നോക്കി കണ്ണുകാട്ടി. വിൽസൺ മേശപ്പുറത്തിരുന്ന വില കൂടിയ വിസ്കി കുപ്പിയുടെ അടപ്പ് തുറന്നു. ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോകാനായി തീരുമാനിച്ചിരിക്കുക കേട്ടോ. സേതുവിനോടും റോസിനോടും ഒപ്പം ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ശങ്കരന്മാരാൾ പറഞ്ഞത് കേട്ട് അവരിരുവരും മുഖം ഉയർത്തി പുള്ളിക്കാരനെ നോക്കി. പെട്ടെന്ന് എന്താണെന്ന് വെച്ചാ ഇങ്ങനെ ഒരു ആഗ്രഹം? സേതു ചോദിച്ചു. പെട്ടെന്നുണ്ടായ ആഗ്രഹമൊന്നുമല്ല, കാശിയിലൊന്ന് പോകണമെന്ന് കുറെ നാളായി ആഗ്രഹിക്കുന്നു. 1 മാസത്തോളം അവിടെ താമസിച്ച് ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കാനാ ഉദ്ദേശം. ഏട്ടൻ പോയിട്ട് ഇന്നേ വരെ വിവരങ്ങളൊന്നുമില്ല. എന്തായി എന്നും അറിയില്ല. ഏട്ടന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇവിടെ ഇപ്പോ നിനക്ക് കൂട്ടായ റോസും ഉണ്ടല്ലോ, അതുകൊണ്ട് സമാധാനത്തോടെ എനിക്ക് പോയിട്ട് വരാം. അല്പനേരത്തേക്ക് അവിടെ നിശബ്ദമായി. പുള്ളിക്കാരനെ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ലായിരുന്നു റോസിന്. അച്ഛന് ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അവളുടെ ആ ചോദ്യം കേട്ട് ശങ്കരന്മാരാർ ചിരിച്ചു. എന്ത് ബുദ്ധിമുട്ട്? ഇന്ത്യയിൽ ഞാൻ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല മോളെ. പിന്നീടൊന്നും പറയാനില്ലാത്തതുപോലെ അവൾ സേതുവിനെ നോക്കി. എപ്പോ പോകാനാ അച്ഛൻ ഉദ്ദേശിക്കുന്നേ? നാളെ തന്നെ.
ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആ ട്രെയിൻ. ഭാസ്കരനെ വിട്ട് ഞാൻ സീറ്റും നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കൂടുതലൊന്നും പറയാനില്ലാത്തതുപോലെ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുപോലെ സേതു തലയാട്ടി. മോളെ. പാത്രങ്ങൾ കഴുകുകയായിരുന്ന റോസ് ശങ്കരന്മാരുടെ വിളി കേട്ട് തിരിഞ്ഞു നിന്നു. ഉണങ്ങിയ തുണികളെടുക്കാൻ സേതു പുറത്തേക്കിറങ്ങിയ അവസരം നോക്കി അടുക്കളയിലേക്ക് എത്തിയതായിരുന്നു പുള്ളിക്കാരൻ. നിങ്ങൾ രണ്ടാളും ഒരു കുടുംബജീവിതം ഇന്നേ വരെ തുടങ്ങിയിട്ടില്ലെന്ന് അച്ഛൻ അറിയാം. മോള് മിടിക്കുക. അവനെ മോളുടെ വഴിയിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാനാ അച്ഛന്റെ ഈ യാത്ര. തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടേത് മാത്രമായ ഒരു ജീവിതം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവണം. മറുപടി ഇല്ലായിരുന്നെങ്കിലും റോസ് തലയാട്ടി. എന്താ അച്ഛനും മോളും കൂടി ഒരു സംസാരം? അഴയിൽ നിന്നും എടുത്ത തുണികളുമായി പിൻവശത്തെ വാതിൽ കടന്നു വന്ന സേതു അച്ഛനെയും റോസിനെയും അടുക്കളയിൽ കണ്ടു നിന്നതായിരുന്നു. നിങ്ങളൊന്ന് നന്നാക്കി എടുക്കാനുണ്ടെന്നേ അച്ഛൻ പറയുകയായിരുന്നു. അവളുടെ മറുപടി കേട്ട് നെറ്റി ചൊളിച്ചു നിന്ന സേതുവിനെ നോക്കി ചിരിച്ചിട്ട് ശങ്കരന്മാരാർ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്തോ നടി റോസും അച്ഛൻ പറഞ്ഞ്. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയതും പാത്രം കഴുകാൻ തിരിഞ്ഞ് അവൾക്കൊപ്പം സിങ്കിലേക്ക് ചാരിക്കൊണ്ടായിരുന്നു അവന്റെ ചോദ്യം. മലയാളത്തിലല്ലേ പറഞ്ഞത് മനുഷ്യ, നിങ്ങൾ നന്നാക്കി എടുക്കാനാന്ന്? സേതുവിന്റെ നേർക്ക് നോക്കാതെയായിരുന്നു അവളുടെ മറുപടി. ആഹാ, എന്നിട്ട് നീ നന്നാക്കാൻ തീരുമാനിച്ചോ? യെസ്, 1 മാസത്തിനുള്ളിൽ അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്ക് നന്നാക്കി കൈ കൊടുക്കാനാ എഗ്രിമെന്റ്. എന്തോന്നാ ഒരു മൂളല്? അതിന് മറുപടി പറയാതെ കയ്യിലിരുന്ന തുണികൾ വലത്തെ കൈയിലേക്ക് ഒതുക്കിയിട്ട് ഇടത്തെ കൈകൊണ്ടവൻ പൈപ്പിൽ നിന്നും വെള്ളം പിടിച്ച് അവളുടെ മുഖത്തേക്ക് തളിച്ചു. മുഖം നിറയെ വെള്ളത്തുള്ളികളുമായി എളിക്ക് കൈകൾ കുത്തിക്കൊണ്ട് അവൾ അവനെ നോക്കി കണ്ണുകൾ തുറപ്പിച്ചു. യോ, ഇങ്ങനെ നോക്കല്ലേടി, പേടിയാവുന്നു. അവൻ കളിയാക്കി. ഒരു നിമിഷം പോലും വൈകിയില്ല. പാത്രം കഴുകിയിരുന്ന കൈകൾ കൊണ്ട് അവൾ അവന്റെ തലമുടിയിൽ കോർത്തു പിടിച്ചിട്ട് പെരുവിരലുകളിൽ ഉയർന്നു പൊങ്ങി നനഞ്ഞിരുന്ന തന്റെ മുഖം അവന്റെ മുഖത്തിട്ടങ്ങുരച്ചു. കവിളുകളും ചുണ്ടും മൂക്കുമെല്ലാം പരസ്പരം ഒരുമി ചൂടുപിടിച്ചു. അവളുടെ അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ പകച്ചുപോയ അവൻ നിശ്ചലം നിന്നപ്പോ കിതച്ചും കൊണ്ടവൾ മുഖം മാറ്റി. ചുവന്നു തുടുത്തൊരു മുഖം കലങ്ങിയ കടക്കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി. വരണ്ട ഹൃദയത്തിൽ പുതുനാമ്പുകൾ തളിർത്തു. അതിലൊരു പൂമുട്ട് അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ് കണ്ണുകളിലേക്ക് പടർന്നു. അവൾ മുഖം താഴ്ത്തി. കയ്യിലിരുന്ന തുണികൾക്കിടയിൽ നിന്നും ഉണങ്ങിയ തോർത്തെടുത്തിട്ട് അവൻ അവളുടെ മുഖം തുടച്ചു കൊടുത്തു. അനുസരണയുള്ളൊരു കുട്ടിയായി അവൾ അവന് മുന്നിൽ നിന്നു. അവളുടെ മൂക്കിലൊന്ന് കിള്ളി കൊഞ്ചിച്ചിട്ട് സേതു പുറത്തേക്ക് നടന്നു. ശേ, സിങ്കിലേക്ക് ചാരി നിന്നുകൊണ്ട് അവൾ പരിതപിച്ചു. ഒരു ഉമ്മ കൂടി കൊടുക്കായിരുന്നു. അന്ന് രാത്രി വെള്ളം നിറച്ച ജഗ്ഗുമായി റോസ് മുറിക്കകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സേതു കട്ടിലിൽ ചാരിയിരുന്ന് വായനയിലായിരുന്നു. അകത്തേക്ക് കയറി വന്ന അവളെ നോക്കി ചിരിച്ചിട്ട് സേതു വായന തുടർന്നു. ജഗ്ഗ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് കട്ടിലിൽ ചെന്നിരുന്ന അവൾ സേതുവിന്റെ കയ്യിലിരുന്ന പുസ്തകത്തിന്റെ പുറഞ്ചട്ട കാണുവാൻ അത് കൈകൊണ്ടൊന്ന് ഉയർത്തി നോക്കി. അവനത് അവൾക്ക് കാണും വിധം ഉയർത്തിപ്പിടിച്ചു. പ്രേമലേഖനം, വൈക്കം മുഹമ്മദ് ബഷീർ. അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് അവൾ അവനെ നോക്കി. ആ, ഇങ്ങനെ നല്ലത് വല്ലതൊക്കെ വായിച്ചു പഠിക്ക്. എന്നിട്ട് എനിക്കൊരു പ്രേമലേഖനം എഴുതിത്താ. ആർക്ക് കൊടുക്കാനാ? ഒരുത്തനുണ്ട്. കുറച്ച് നാളെ ബോംബെയിലായിരുന്നതിന്റെ ചെറിയൊരു കേടുണ്ട്, അതൊന്ന് തീർക്കാനാ. ഡീ, അവൻ ആ പുസ്തകം വെച്ച് അവളുടെ തലയിൽ കൊട്ടിയിട്ട് ചോദിച്ചു, നീ ഇത് വായിച്ചിട്ടുണ്ടോ? ചുമലുകൾ കുച്ചി കാട്ടിയിട്ട് അവൾ പറഞ്ഞു, പുസ്തകങ്ങളൊക്കെ പണ്ടേ എനിക്ക് അലർജിയാ. പക്ഷെ അപ്പച്ച സേതുവേട്ടനെ പോലെ കേട്ടോ ധാരാളം വായിക്കുമായിരുന്നു. ഇതിലെ ഒരു സാറാമ്മയുണ്ട്, ഏതാണ്ട് നിന്റെ അതേ സ്വഭാവമാ. ആന്നോ? എവിടെ നോക്കട്ടെ. അവൾ കട്ടിലിന്റെ തലക്കിലേക്ക് കയറി അവനോടൊപ്പം ചാരിയിരുന്നു. അവൻ പുസ്തകം അവൾക്ക് കൂടി കാണാൻ പാകത്തിൽ ചരിച്ചു പിടിച്ചു. ഇടത് കൈകൊണ്ട് അവൾ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിട്ട് ആ തോളിലേക്ക് തല ചായച്ചു. നിറഞ്ഞ മാറിന്റെ മാർദ്ദവം അവന്റെ കൈകളിൽ അമർന്നു. കെട്ടഴിഞ്ഞു കിടന്നിരുന്ന തലമുടി കാറ്റിലിളകി ആ മുഖത്തുരുമി. പിടിവിട്ട മനസ്സ് ഒരു കുതിപ്പിനായി വെമ്പൽ കൊണ്ടു. വരണ്ട ചുണ്ടുകൾ നാവ് നീട്ടി നനച്ചുകൊണ്ട് അവൻ പുസ്തകത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. കേശവൻ നായർ സാറാമ്മയ്ക്ക് തന്നെ പ്രണയിക്കുക എന്ന മഹത്തായ ജോലി വാഗ്ദാനം ചെയ്യുന്ന രംഗമായിരുന്നു പുസ്തകത്തിൽ. കേശവൻ നായർ കരയുമ്പോ ഞാനും കരയണം, ചിരിക്കുമ്പോ ഞാനും ചിരിക്കണം, ഉണ്ണുമ്പോ ഞാൻ ഉണ്ണാതിരിക്കണം, ഉറങ്ങുമ്പോ ഞാൻ ഉണർന്നിരുന്ന് കേശവൻ നായരെ സ്നേഹിക്കണം. കൊള്ളാലോ. അതിലെ വരികൾ വായിച്ചിട്ട് നമ്മുടെ റോസാമ്മ അഭിപ്രായപ്പെട്ടു. സേതു മറുപടിയൊന്നും പറഞ്ഞില്ല. അവന്റെ മനസ്സ് തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന സൗന്ദര്യത്തിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു.
അവളിലെ സൗരഭ്യത്തിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഇതുപോലെ ശമ്പളം തരികയെന്നല്ലേ ഈ റോസമ്മയെ സ്നേഹിക്കാൻ സേതുനാഥന്മാരാർക്ക് സാധിക്കുമോ? അവളൊരു ചോദ്യമെറിഞ്ഞിട്ട് മുഖമുയർത്തി അവനെ നോക്കി. അവന്റെ കണ്ണുകളിലെ ഭാവം അവൾക്ക് പക്ഷെ മനസ്സിലായില്ല. ഓയ്, അവൾ കൈ ഉയർത്തി അവന്റെ കൺമുന്നിൽ വിരൽ ഞൊടിച്ചു. എന്താ? ഏതോ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് അവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. ഇതെവിടെയാ മാഷേ പോയേ? നീ എന്താ ചോദിച്ചേ? ശമ്പളം തന്നാലേ ഇതുപോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോന്ന്. അവന്റെ കണ്ണുകൾ കുസൃതിയിൽ വിടർന്നു. എത്ര സ്നേഹിക്കണം? ചാരിയിരുന്നവൾ കാലുകൾ ഇരുപുറത്തേക്കുമിട്ട് അവന്റെ മടിയിലേക്കങ്ങ് കയറിയിരുന്നു. എന്നിട്ട് കൈകൾ വിടർത്തിക്കൊണ്ട് പറഞ്ഞു, കാക്കത്തൊള്ളായിരം സ്നേഹം. അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവൻ ചിരിച്ചു. അതെ, ഇന്ന് കാലത്തുണ്ടായ അപകടത്തില് എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നേ സീതോട്ടന് സങ്കടം വരുമായിരുന്നോ? പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ അവന്റെ മുഖം ചുളിഞ്ഞു. പിന്നെ വരാതെ. ഇപ്പോ നിന്നോടുള്ള എന്റെ മനസ്സിന്റെ മനോഭാവം എന്തെന്ന് സത്യത്തിൽ എനിക്കറിയില്ല റോസമ്മ. പക്ഷെ ഒന്നറിയാം, ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നീ ഇപ്പോ എന്റെ ആരൊക്കെയാണെന്ന്. ഇന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ എന്റെ ജീവിതത്തിലെ ആ രണ്ടാമത്തെ നഷ്ടം താങ്ങുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ചൂണ്ടുവിരൽ അവന്റെ ചുണ്ടുകൾക്ക് കുറുകെ വെച്ച് അവൾ ആ വാക്കുകളെ തടഞ്ഞു. അകത്തുറങ്ങിക്കിടക്കുന്ന വിചാരങ്ങളെ തോണ്ടി പുറത്തിടാൻ മത്സരിക്കും പോലെ നോട്ടങ്ങൾ ഉള്ളാടങ്ങളിലേക്ക് ചുഴ്ന്നു കയറി. ചുണ്ടിൽ അമർന്നിരുന്ന വിരലുകൾ അവന്റെ കവിളിലേക്ക് ഇഴഞ്ഞു കയറി. ആ മുഖം തന്നിലേക്ക് അടുപ്പിച്ചതിനൊപ്പം അവളുടെ മുഖവും അവനിലേക്ക് താഴ്ന്നു. മലർന്ന ചുണ്ടുകൾ അവന്റെ കവിളിൽ ഉരഞ്ഞമർന്ന് നനവ് പകർത്തി. അവന്റെ കൈ അവളെ പൊതിഞ്ഞ് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വിരിഞ്ഞ നെഞ്ചിൽ കവിളമർത്തി അവൾ കണ്ണുകൾ അടച്ചപ്പോ അവന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിലും മുടിയിഴകളിലും പരതി നടന്നു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.